ഹായ്, എൻ്റെ പേര് ഡോക്ടർ സനീഷ്. ഒബിസിറ്റി സീരീസിലെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോറ് കഴിച്ചാൽ നമുക്ക് വണ്ണം വെക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സാധാരണ എല്ലാവരും ക്ലിനിക്കിൽ നമ്മളോട് ചോദിക്കാറുള്ളതാണ്. അപ്പം നമ്മുടെ തിരിച്ചുള്ള ചോദ്യം സാധാരണഗതിയിൽ എത്ര ചോറ് നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോയിലുള്ള പോലെ തന്നെ ഒരു പ്രത്യേക ആഹാരം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് വണ്ണം ഉണ്ടാക്കാൻ കാരണമാകും. അപ്പോൾ ചോറ് ഒരു മിതമായ അളവിൽ നിയന്ത്രിതമായ രീതിയിൽ കഴിച്ചാൽ നിങ്ങൾക്ക് വണ്ണം വെക്കത്തില്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, പല തരത്തിലുള്ള ചോറുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം പോളിഷ്ഡ് ആയിട്ടുള്ള വൈറ്റ് റൈസ്, അതായത് ബസ്മതി പോലത്തെ അങ്ങനത്തെ പച്ചരി അങ്ങനത്തെയുള്ള അരികൾ വെച്ചിട്ട് ചോറുണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ മട്ട അരി, അതായത് ഈ ചോറിൻ്റെ അരിയുടെ പുറത്തുള്ള ഈ തവിട് കളയാതെ അതുപോലെയുള്ള ബ്രൗൺ നിറത്തിലുള്ള അരി, ഇങ്ങനെ രണ്ട് ടൈപ്പുള്ള പ്രധാനമായിട്ടുള്ള അരികൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ വെള്ള അരി, അതായത് തവിട് കളഞ്ഞിട്ടുള്ള പോളിഷ്ഡ് ആയിട്ടുള്ള അരി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് പുറത്തൊരു ഫൈബർ ഒരു കോട്ടിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഷുഗർ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിലേക്ക് വരും. അപ്പോൾ അതിൽ നിന്ന് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും, അപ്പോൾ ഇൻസുലിൻ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അടിഞ്ഞു കൂടുകയും ചെയ്യും. അപ്പം ഈ രണ്ട് അരി തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ മട്ടയരി അല്ലെങ്കിൽ തവിടുള്ള ബ്രൗൺ നിറത്തിലുള്ള അരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫൈബർ കോട്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്നും വരുന്ന ഷുഗറിൻ്റെ വേഗം നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്ന വേഗം കുറവായിരിക്കുന്നതുകൊണ്ട് തന്നെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറവായിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്താൽ മട്ടയരിയാണ് നല്ലതെന്ന് പറയാം. പക്ഷേ അവിടെയും നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര അധികം ആഹാരം കഴിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു കേരളത്തിലെ ഒരു കാലാവസ്ഥയ്ക്കും നമ്മുടെ ഒരു സംസ്കാരത്തിനും അനുസരിച്ചിട്ട് നമ്മൾ സ്ഥിരമായിട്ട് അരി അല്ലെ ചോറ് ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു ആൾക്കാരാണ്. അപ്പം ചോറ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉച്ചനേരത്ത് പ്രധാനമായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ഒരു പ്ലേറ്റ് നമ്മൾ ഒരു 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ അരഭാഗത്തോളം നമ്മൾ പച്ചക്കറികളും സാലഡും അങ്ങനെയൊക്കെയുള്ള കറികളും ഒക്കെ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള അരഭാഗം 2ആയിട്ട് ഡിവൈഡ് ചെയ്ത്, അതായത് 4/1 ചോറ് ഉപയോഗിക്കുക, 4/1 പ്രോട്ടീൻ, വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ പ്രോട്ടീൻ ഉപയോഗിക്കുക. അങ്ങനെ ഒരു പ്ലേറ്റിനെ നമ്മൾ മനസ്സിൽ കരുതി കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ എപ്പോഴും നമ്മുടെ ചോറ് നമുക്ക് വേ ചെയ്തോ അല്ലെങ്കിൽ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു പെട്ടെന്നൊരു ക്വിക്ക് ടിപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ പ്ലേറ്റിനെ ഒരു 3ആയി ഡിവൈഡ് ചെയ്തിട്ട് അരഭാഗം കറികളും മറ്റേത് പച്ചക്കറികളും ഒക്കെ ചേർത്തിട്ട് മറ്റേ ഭാഗം 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 4/1 മാത്രം ചോറ് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ചോറിൻ്റെ അളവ് കുറയും. അപ്പോൾ എല്ലായ്പ്പോഴും പോലെ തന്നെ ഏത് ആഹാരം എന്നുള്ളതല്ല, എത്ര ഡോസ് എന്നുള്ളതാണ് ഇവിടെയും പ്രധാനം. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക. പിന്നീട് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈകുന്നേരം നമ്മൾ കൂടുതൽ ചോറ് കഴിക്കുന്നത് ഒഴിവാക്കുക. വൈകുന്നേരം നമ്മൾ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആക്ടിവിറ്റീസൊക്കെ കുറവാണല്ലോ. അപ്പോൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടുകയും നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിസം കുറവായിട്ട് ഇരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് നൈറ്റിലുണ്ടാകുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചോറ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫാറ്റായിട്ട് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, വൈകുന്നേരം ചപ്പാത്തി കഴിച്ചാൽ എങ്ങനെ ഉണ്ടെന്ന്. അപ്പം സാധാരണ ഉള്ള ആൾക്കാർക്കുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി വളരെയധികം സേഫും ചോറ് വളരെ അപകടകാരമെന്നുള്ളതാണ്. പക്ഷേ ഇതിലും നമ്മുടെ സെയിം റൂളാണ്, എത്ര ചപ്പാത്തി നമ്മൾ കഴിക്കുന്നുള്ളതാണ്. ചപ്പാത്തി ആകുമ്പോഴത്തേനും നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ തവിടുള്ള ഗോതമ്പിൽ നിന്നുള്ള മാവ് കൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതിൽ നിന്ന് ഷുഗർ വരുന്നത് കുറവായിരിക്കും. പക്ഷേ അത് തീർത്തും ഇല്ലെന്നുള്ളതല്ല, അതിലും ഇഷ്ടംപോലെ തന്നെ ഷുഗറുണ്ട്. അപ്പോൾ ചപ്പാത്തി നമ്മൾ കൂടുതലെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ അതും വീണ്ടും ഈ ചോറ് കഴിക്കുന്ന അതേ ഇഫക്റ്റ് തന്നെ ആയിരിക്കും നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നത്. ഓട്സ് ആയാലും ഇത് തന്നെയാണ്. ഓട്സിനകത്ത് കുറച്ച് ഫൈബർ ഉണ്ട്, പക്ഷേ നമുക്കിപ്പോൾ കടകളിലൊക്കെ ലഭിക്കുന്ന ഓട്സിൽ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗറാണുള്ളത്. അപ്പോൾ അതും ചോറിന് പകരമായിട്ട് കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളവ മാത്രമേ കഴിക്കാൻ സാധിക്കത്തുള്ളൂ. ബ്രെഡിനകത്തും ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. നമ്മൾ വൈറ്റ് ബ്രെഡ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറിനെക്കാട്ടി കൂടുതൽ വേഗത്തിൽ നമ്മുടെ ബോഡിയിലേക്ക് ഷുഗർ പുറപ്പെടുവിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് വൈറ്റ് ബ്രെഡ്. അപ്പം നമ്മൾ ഇങ്ങനെ നമ്മുടെ ആഹാര രീതിയിൽ മാറ്റം വരുത്തുമ്പോൾ ചോറ് നമ്മുടെ പ്രധാനപ്പെട്ട ആഹാരമായതുകൊണ്ട് തന്നെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നത് ലോങ് ടൈമിലേക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കത്തില്ല. അപ്പോൾ അതിൽ നിന്ന് മാറാനായിട്ട് നമ്മൾ ചോറ് ൻ്റെ അളവ് കൃത്യമായിട്ട് കുറച്ചിട്ട്
ഈ പറഞ്ഞ പോലെ കൂടുതൽ ചോറ് കഴിക്കുന്നത് ഒഴിവാക്കുക. പിന്നെ അതേപോലെ തന്നെ കൂടുതൽ നേരം, ഇപ്പം 2-3 നേരം നമ്മൾ ചോറ് കഴിക്കുന്നതിന് ഉണ്ടെങ്കിൽ അത് ഗ്രാജുവലായിട്ട് ഉച്ചയ്ക്കത്തേക്ക് ഒരു നേരമാക്കി മാത്രം മാറ്റുക. പിന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ അളവ് കുറയ്ക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ നാൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചോറ് നമുക്ക് ജീവിതകാലം മുഴുവൻ കഴിക്കാനും സാധിക്കും, അതിൽ നിന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ്.